ഹായ് ഡിയേഴ്സ്, ജോഷ അലോട്ട്മെന്റ് പ്രോസസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ജെഇ മെയിൻ റിസൾട്ട് വന്നു. ജെഇ അഡ്വാൻസ് റിസൾട്ട് ഒക്ടോബർ 5 വരിക. ഒക്ടോബർ 6 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ജോഷ അലോട്ട്മെന്റ് പ്രോസസ് എന്താണെന്ന് നോക്കാം. ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി. ജോഷയിലെ ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും IITS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 23 കോളേജുകളാണ് അവിടെയുള്ളത്. രണ്ടാമത് NITS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി 31 കോളേജുകൾ. IIEST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി 1 കോളേജ്. അടുത്തത് IIITs ദാറ്റ് ഈസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 26 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ GFIS ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ടോട്ടൽ നമുക്ക് 111 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. അപ്പൊ ഈ 111 സ്ഥാപനങ്ങളിലേക്ക് 40,000 സീറ്റുകളിലേക്ക് ഒരുമിച്ച് അഡ്മിഷൻ എടുക്കുന്നത് ജോഷ വഴിയാണ്. അപ്പൊ ജോഷയുടെ വെബ്സൈറ്റ് josha.nic.in ആണ്. ജെഇ അഡ്വാൻസ് റാങ്ക് വഴിയാണ് 23 IITകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത്. IITയിലെ BArch കോഴ്സിന് മാത്രം ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈ ആകണം. ജെഇ മെയിൻ BTech BArch B പ്ലാനിംഗ് റാങ്ക് വഴിയാണ് NITs IIITs IIEST GFITSലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഒക്ടോബർ 6 മുതൽ 15 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം. The schedule for the Josha counseling including the important date is tabulated below. അതായത് നിങ്ങളുടെ ഡേറ്റുകളെല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 6 അപ്പൊ അതിന്റെ ഇടയ്ക്ക് 2 മോക്ക് സീറ്റ് അലോക്കേഷൻസ് ഉണ്ട്. ഒക്ടോബർ 12 മോക്ക് സീറ്റ് അലോക്കേഷൻ ഒക്ടോബർ 14 ഇപ്പൊ രജിസ്ട്രേഷൻ നമുക്ക് എൻഡ് ചെയ്യുന്നത് വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞിട്ട് കഴിയുന്നത് 16 പിന്നെ സീറ്റ് അലോക്കേഷൻ റൗണ്ട് ഒക്ടോബർ 17 സ്റ്റാർട്ട് ചെയ്യാണ്. ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഒക്ടോബർ 17 മുതൽ 19 വരെയാണ്. ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തതാണ്. അപ്പൊ എല്ലാ ഡേറ്റുകളും ഒന്ന് ഞാൻ എല്ലാം ഇവിടെ വായിക്കുന്നില്ല, നിങ്ങൾ അതെല്ലാം ഒന്ന് ഡേറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാം, അൺലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓരോ ഓപ്ഷനെയും അക്കാദമിക് പ്രോഗ്രസ് എന്നാണ് ജോഷയിൽ വിശേഷിപ്പിക്കാറുള്ളത്. ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് വളരെ വളരെ ബുദ്ധിപൂർവമായിരിക്കണം. കാരണം റാങ്ക് ലിസ്റ്റിലുള്ള ആർക്കും ഓപ്ഷൻസ് കൊടുക്കാം. എത്ര ഓപ്ഷൻ വേണമെന്നൊന്നും ഒരു ലിമിറ്റുമില്ല, നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഇപ്പൊ ജെഇ മെയിൻ ജെഇ അഡ്വാൻസ് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ 2019 ഇപ്പൊ ജോഷ 2019 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ഓരോ കോളേജുകളിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കാറ്റഗറി വൈസ് ആയിട്ട് ഏത് റാങ്ക് വരെ അലോട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ നന്നായി പഠിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട IIT ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാസ്റ്റ് റാങ്ക് ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ പെടുന്നത് അതിലെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്ന് ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻസ് ഏത് കോളേജാണ് വേണ്ടത്, നിങ്ങളുടെ റാങ്ക് നോക്കണം. 2019 ആ കോളേജിന്റെ റാങ്കും നോക്കണം. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്.
അപ്പൊ നമുക്ക് എപ്പോഴും മാക്സിമം ഓപ്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഇനി ചില ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. IIT ജമ്മു, IIT ശ്രീനഗറിലൊക്കെ നമ്മൾ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് നമുക്ക് പുലിവാലാവും. ഇപ്പൊ ഒരു കുട്ടി IIT ആദ്യത്തെ 5 IIT-കളാണ്, 6ാമത്തത് IIT ശ്രീനഗറാണ്, അതിനുശേഷമാണ് NIT-കൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 6ാമത്തെ ഓപ്ഷൻ IIT ശ്രീനഗറിലാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള എല്ലാ ഓപ്ഷൻസുകളും ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ നല്ല നല്ല NITs-കളൊക്കെ തന്നെ ക്യാൻസൽ ചെയ്തു പോകും. കാരണം ജമ്മുവില് അല്ലെങ്കിൽ ശ്രീനഗറിൽ അവർ പോയിട്ടില്ലെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻ IIT മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് മാറിക്കൊള്ളണമെന്നില്ല, ഉറപ്പില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെലക്ഷൻ നിങ്ങൾ വളരെ ബുദ്ധിപൂർവമാണ് എടുക്കേണ്ടത്, വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യണം. നിങ്ങൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തണം. അതില് നിങ്ങൾക്ക് ജോഷ 2019 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാനത് ആ കാര്യം ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങളത് ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെബ്സൈറ്റുകളിലൂടെ അതിന്റെ ഐഡിയ നിങ്ങൾ ഉണ്ടാക്കണം. JEE മെയിൻ, BTech, BR, B പ്ലാനിംഗ്, JEE അഡ്വാൻസ്, ഈ 4 റാങ്കിനെയും ബേസ് ചെയ്ത് ജോഷയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ IIT, NIT, BTech അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, ഒക്ടോബർ 6 മുതൽ 15 വരെയാണ് നമ്മുടെ ഓപ്ഷൻ കൊടുക്കാനുള്ള ഡേറ്റ്. ഇനി ഒക്ടോബർ 12-നും 14-നും ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാകും. അതും വളരെ ശ്രദ്ധിക്കുക. ട്രയൽ അലോട്ട്മെന്റ് അറിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാം. ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് ഏകദേശം റാങ്കുകളൊക്കെ ഉള്ള കുട്ടികൾ എവിടെയാണ് വന്നതെന്നുള്ള ഒരു ഐഡിയയും കൂടി നമുക്ക് ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഓപ്ഷൻസിൽ ഒന്നും കൂടി റീഷെഡ്യൂൾ ചെയ്യാം. അപ്പൊ അതും നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റിൽ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കാരണം എല്ലാ ദിവസവും അപ്ഡേറ്റ്സുകൾ ഉണ്ടാകും. അപ്പൊ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ട്രയൽ അലോട്ട്മെന്റിലൂടെ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണയും ലഭിക്കും. ഇതനുസരിച്ച് നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ 4 ഇയർ BTech in Computer Science and Engineering, IIT കാൻപൂർ. രണ്ടാമത്തെ ഓപ്ഷൻ 4 ഇയർ BTech in Mechanical Engineering, NIT ട്രിച്ചി. മൂന്നാമത്തെ ഓപ്ഷൻ 4 ഇയർ BTech Biotechnology in NIT കാലിക്കറ്റ്. ഈ രീതിയിലാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത്. അതായത് ഡ്യൂറേഷൻ വേണം, ഏത് കോഴ്സാണോ നമുക്ക് വേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ടും വേണം. ഇത് 3ഉം കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു ഓപ്ഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ റാങ്ക്, നമ്മുടെ കാറ്റഗറി, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ, ഇനി നമ്മുടെ അവൈലബിലിറ്റി ഓഫ് സീറ്റ് എന്നിവയെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിന്റെ മുകളിലല്ല നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വളരെ പ്രിഫറൻസ് റാങ്കിന് തന്നെയാണ്. നമ്മൾ ഏറ്റവും കിട്ടാത്ത ഓപ്ഷൻസ് ഒന്നും കൊടുത്ത് നമുക്ക് ആദ്യം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വളരെ ഡിമാൻഡുള്ള ഓപ്ഷനാണ്, അത് കൊടുത്തത് കൊണ്ടാണോ എനിക്ക് ഓപ്ഷൻ കിട്ടാത്തതെന്നും വിചാരിക്കരുത്. നമ്മുടെ റാങ്ക് ആണ് അവിടെ ബേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ റാങ്ക് 100 ആണ്. അപ്പൊ ഇവിടെ 1 മുതൽ 99 റാങ്ക് ഉള്ള കുട്ടികളുടെ ഓപ്ഷൻസുകളും കാറ്റഗറി അനുസരിച്ച് എല്ലാം പരിഗണിച്ചതിന് ശേഷമേ നിങ്ങളുടെ ഓപ്ഷൻസുകളും കോളേജുകളും പരിഗണിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. മുകളിലുള്ള റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓപ്ഷൻസും കോളേജുകളും പരിഗണിക്കുന്നത്. വർഷം ജോഷ വഴി 6 അലോട്ട്മെന്റുകൾ ഉണ്ട്. IIT അഡ്മിഷന് സ്റ്റേറ്റ് വൈസ് പ്രിഫറൻസ് ഒന്നുമില്ല, മാത്രമാണുള്ളത്. ഇനി എന്നാൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ, അതായത് NIT, IESTകളിലൊക്കെ ചില GFTIകളൊക്കെ എന്താണ് ഉണ്ടാവുക, അവിടെ 2 തരം കോട്ടാസ് ഉണ്ട്. അതായത് HS ആൻഡ് OS. HS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഹോം സ്റ്റേറ്റ് കോട്ടയും
അത് 50% ഉണ്ടാവും. OS എന്ന് പറഞ്ഞാൽ അതർ സ്റ്റേറ്റ് കോട്ട, അതും 50% ഉണ്ടാവും. അപ്പൊ ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ +2 പഠിച്ചത് ആ സ്റ്റേറ്റ് ആണ് നമ്മുടെ ഹോം സ്റ്റേറ്റ്, അതായത് HS. അപ്പൊ HS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ +2 പഠിച്ച് പാസ്സായ സ്കൂൾ ഏതാണ്, ഇപ്പൊ സപ്പോസ് അത് കേരളത്തിലാണ് നിങ്ങൾ +2 പഠിച്ചതെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി കേരളയാണ്, അതാണ് നിങ്ങളുടെ ഹോം സ്റ്റേറ്റ്. ക്ലിയർ? ഇനി നമ്മൾ കേരളത്തിലുള്ള ഒരാൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പുറത്തെ ഏതെങ്കിലും സ്റ്റേറ്റിലാണ് പഠിച്ചതെങ്കിൽ, തമിഴ്നാട്ടിലാണ് പഠിച്ചതെങ്കിലോ +2 അവിടെയാണ് ചെയ്തതെങ്കിൽ അവരുടെ ഹോം സ്റ്റേറ്റ് കോട്ട തമിഴ്നാടാണ്, അതായത് സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി തമിഴ്നാടാണ്. ഇനി പുറത്തുള്ള കുട്ടി, തമിഴ്നാട്ടിലുള്ള കുട്ടി കേരളത്തിൽ പഠിച്ചാലോ, അപ്പൊ അവരുടെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി കേരളയാണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും പരിഗണിക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ +2 പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരെ NIT കാലിക്കറ്റിലും ഹോം സ്റ്റേറ്റിലും ബാക്കി എല്ലാ NITകളും കേരളത്തിന് പുറത്തുള്ള NITകളിലൊക്കെ തന്നെ അതർ സ്റ്റേറ്റ് കോട്ടയിലുമാണ് പരിഗണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? രണ്ടിലും 50% ആണ് റിസർവേഷൻ ഉള്ളത്. നമ്മള് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഇതൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. HS, OS കാറ്റഗറി എല്ലാം ജോഷയിലുണ്ട്, എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ. ഇനി വിദേശത്താണ് +2 പഠിച്ചതെങ്കിലോ അവരുടെ അഡ്രസ് ഏതാണെന്ന് നോക്കും. ഏത് സ്റ്റേറ്റിലാണ് അവര് വന്നിരിക്കുന്നത് അതാണ് അവരുടെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി. ക്ലിയർ? ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അത് കൊടുക്കണം. കാരണം നമ്മളിപ്പോ ഓപ്ഷൻസ് കൊടുത്തു. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. 1, 2, 3, 4 ഫസ്റ്റ് ഓപ്ഷൻസ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് IIT ബോംബെയിൽ കൊടുത്തു. സെക്കൻഡ് ഓപ്ഷൻ IIT മദ്രാസ്. തേർഡ് ഓപ്ഷൻ IIT ഡൽഹി. ഇങ്ങനെ പോയി 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 ഒരു 25ാമത്തെ ഓപ്ഷൻ IIT ജമ്മുവിലാണ് കൊടുത്തത്. അപ്പൊ അലോട്ട്മെന്റ് വന്ന സമയത്ത്, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന സമയത്ത് ആ കുട്ടിക്ക് IIT ജമ്മുവിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി തൊട്ട് താഴെ 26ാമത്തെ അലോട്ട്മെന്റ് NITകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ആ കുട്ടി ആലോചിക്കുന്നത് IIT ജമ്മുവിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ തൊട്ട് താഴെയുള്ള എല്ലാ ഓപ്ഷൻസുകളും ക്യാൻസൽ ആകും. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ഓപ്ഷൻസ് ഒക്കെ തന്നെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് മുകളിലുള്ള IITs മാത്രമേ നമ്മുടെ മുകളിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കിട്ടണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം. നല്ല IITകളുണ്ട്, നല്ല NITകളും ഉണ്ട്. അപ്പൊ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് NITs ആണെങ്കിൽ അതും കൂടി അതിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ വേണ്ടാത്ത IITനേക്കാൾ നല്ലത് ബെസ്റ്റ് ആയിട്ടുള്ള NIT കോളേജുകളുണ്ട്. അപ്പൊ നമുക്കിനി അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ്. ഇനി എന്താണ് ഫ്രീസ്? ഇപ്പൊ ഒരു കുട്ടിക്ക് 1ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ, ഇനി മുകളിലേക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല, ആ കുട്ടി അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. അതായത് ഫ്രീസ് ചെയ്യാന്നാണ് നമ്മൾ അതിന് പറയുന്ന വാക്ക്. ഫ്രീസ് ചെയ്തു. ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ എടുത്തു, അവിടെ ഫീസ് അടയ്ക്കണം. അപ്പൊ 1ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ ഫ്രീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഒരു കുട്ടിക്ക് അവിടെ ഓപ്ഷൻസുകളിൽ ഒരു 10ഓ 20ാമത്തെ ഓപ്ഷൻസ്, ഒരു കുട്ടിക്ക് 20ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ, ഇനി മുകളിലുള്ള ഓപ്ഷൻസ് ഒന്നും വേണ്ട, എനിക്ക് 20ാമത്തെ ഓപ്ഷൻസിലാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെലക്ട് ചെയ്യുന്നത്, ആ കോഴ്സാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് വേണമെങ്കിൽ ആ കുട്ടിക്ക് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത് വരുന്ന അലോട്ട്മെന്റുകളൊന്നും ആ കുട്ടിയെ പരിഗണിക്കില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതോട് കൂടിയിട്ട് ആ കുട്ടി അവിടെ പെർമനന്റ് ആയി, ബാക്കിയുള്ള അലോട്ട്മെന്റുകൾക്കൊന്നും പരിഗണന കിട്ടില്ല. ഇനി സ്ലൈഡ്. സ്ലൈഡ് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിപ്പം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ മാറ്റം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ കിട്ടിയിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് മാറണ്ട. പക്ഷേ നമുക്ക് കോഴ്സ് മാറണം, അല്ലെങ്കിൽ ബ്രാഞ്ച് മാറ്റം ആവശ്യമാണ്. ഫോർ എക്സാമ്പിള്, നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് IIT മദ്രാസിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മദ്രാസ് IIT തന്നെ വേണം.
പക്ഷെ കോഴ്സ് മാറ്റം വേണം. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആവാം, അല്ലെങ്കിൽ എയ്റോസ്പേസ് ഒക്കെ നിങ്ങൾ ഹയർ ഓപ്ഷൻസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയത് 10ാമത്തെ ഓപ്ഷനാണ്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇപ്പൊ 1 മുതൽ 9ാമത്തെ ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് കിട്ടാം. സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡിലോ ഒക്കെ കിട്ടാം. അതുകൊണ്ട് തന്നെ 10ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം കോളേജ് മാത്രം മതി. അതേ കോളേജ് തന്നെയാണ് വേണ്ടത്. കോഴ്സിൽ മാത്രം മാറ്റം ഉണ്ടായാൽ മതി. എങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡ് ഓപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? മാറണ്ട. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് കോളേജും മാറണം, കോഴ്സും എല്ലാം മാറ്റങ്ങളും ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് ഫ്ലോട്ട്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് 50ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 49 ഓപ്ഷൻസും നിങ്ങൾക്ക് റിസർവ് ചെയ്യണം, അവിടെ സേവ് ചെയ്യണം. അതായത് അതിന്റെ മുകളിലേക്കുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും അടുത്ത അലോട്ട്മെന്റുകളിൽ. അപ്പൊ നിങ്ങൾ ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സോ കോളേജസോ ഒക്കെ മാറി മാറി എടുക്കാവുന്നതാണ്. ക്ലിയർ? അപ്പൊ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ്. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻസുകൾ മുകളിലേക്ക് പോകില്ല. നിങ്ങൾക്ക് ഏതാണോ അവിടെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തേ മതിയാകൂ. സ്ലൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ മാറ്റം ഉണ്ടാകില്ല, പക്ഷേ അതിലുള്ള കോഴ്സുകൾ മാറാൻ പറ്റും. ഫ്ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കോളേജ് ചേഞ്ച് ചെയ്യാം, കോഴ്സും ചേഞ്ച് ചെയ്യാം. കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടും കിട്ടിയ കോഴ്സും ചേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആർക്കും എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ്, അങ്ങനെ 6 അലോട്ട്മെന്റ് വരെയുണ്ട്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അലോട്ട്മെന്റുകളൊക്കെ തന്നെ ജോഷ സൈറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ അത് വിസിറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കും. വേറൊരു ബോർഡിന്റെ അലോട്ട്മെന്റ് കൂടി ഉണ്ട്. ദാറ്റ് ഈസ് CSAB, സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ് എന്നാണ് പറയുന്നത്. ഈ ബോർഡ് IITക്ക് അലോട്ട്മെന്റ് ഒന്നും കൊടുക്കില്ല. ബാക്കിയുള്ള NIT ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ജോഷയിലൂടെ 6 അലോട്ട്മെന്റ് കഴിഞ്ഞ് വേക്കന്റ് ആയി വരുന്ന കോളേജുകളിലേക്ക് CSAB ആണ് അലോട്ട്മെന്റ് നടത്താറുള്ളത്. അതിന് പ്രത്യേകം ഓപ്ഷൻസ് സ്വീകരിക്കും. ഇപ്പൊ JEE മെയിന്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരം തന്നെയാണ് CSABയിലും ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അവിടെ IITകൾക്ക് അവിടെ നിന്നും അലോട്ട്മെന്റുകൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ഓപ്ഷൻ സെലക്ഷൻ ഉണ്ടാകട്ടെ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ. നമുക്ക് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.